കോൺഗ്രസിന് അധികാരം കിട്ടിയില്ല, ഇപ്പോൾ തന്നെ പൊടി പറത്തി അടിയാണ്. അധികാരം കിട്ടിയാൽ എന്താകും അവസ്ഥ? കോൺഗ്രസിലെ നേതാക്കൾ അധികാരം പോലും കിട്ടാത്ത അവസ്ഥയിൽ ചേരിതിരിഞ്ഞ് അടിക്കുകയാണ്. മെയ് 4-ാം തീയതിയാണ് വോട്ടെണ്ണൽ. വോട്ടെണ്ണലിൽ ആര് ഭൂരിപക്ഷം നേടുമെന്ന് ആർക്കും അറിയില്ല. ജനങ്ങളാണ് അവിടെ വോട്ട് ചെയ്തിരിക്കുന്നത്. ജനങ്ങൾക്ക് പോലും കൃത്യമായി വ്യക്തതയില്ല ഇത്തവണ ആര് ജയിക്കും എന്നുള്ള കാര്യത്തിൽ. സാധാരണ പോലെ നിരവധി സർവേകൾ UDF അനുകൂലിച്ചും പ്രതികൂലിച്ചും വന്നിട്ടുണ്ട് എന്ന് കരുതി UDF അനുകൂലമായി ഞങ്ങളിതാ ഭരിക്കാൻ പോകുന്നു എന്ന് ഉറപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി തങ്ങളുടെ അണികളെ ഇളക്കി വിട്ടുകൊണ്ട് പോര് തുടരുകയാണ്. ഒരു കാരണവശാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ച ഇലക്ഷൻ സമയത്തുണ്ടാകരുതെന്ന് ഹൈക്കമാൻഡ് കർശന നിർദ്ദേശം നൽകിയിരുന്നു. വോട്ട് പെട്ടിയിലായ നിമിഷം മുതൽ തുടങ്ങിയതാണ് അടിയെന്ന് പറഞ്ഞാൽ സൈബർ സെല്ലടക്കമുള്ളവർ ഉണർന്നു നിന്നുകൊണ്ട് 4 നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടാണ് കൂട്ടയടി നടക്കുന്നത്. അതിൽ 4 നേതാക്കൾ ഇപ്പോൾ 2ആയി ചുരുങ്ങിയിരിക്കുകയാണ്. 4 നേതാക്കൾ എന്ന് പറയുന്നത് VD സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല, അവസാനം KC വേണുഗോപാൽ. ഇപ്പോൾ നിലവിൽ KC വേണുഗോപാലും VD സതീശനുമാണ് കളത്തിലിറങ്ങി കളിക്കുന്നത്. രമേശ് ചെന്നിത്തലയും അതേപോലെ തന്നെ സണ്ണി ജോസഫും ഏതാണ്ട് മൗനത്തിലായിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ആദ്യം PJ കുര്യൻ രംഗത്ത് വന്നിരുന്നു. തൊട്ടു പിന്നാലെ K സുധാകരൻ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി രംഗത്ത് വന്നു. എന്നാൽ PJ കുര്യൻ ഇപ്പോൾ മൗനം പാലിക്കുന്നു. K സുധാകരൻ രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട്, കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഞെട്ടിച്ചുകൊണ്ട് U-ടേൺ എടുത്തുകൊണ്ട് KC വേണുഗോപാലിന് പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും വയലാർ രവിയും കഴിഞ്ഞാൽ ഇതാ കേരളത്തിന്റെ നേതാവ് KC വേണുഗോപാൽ എന്നാണ് K സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ പരസ്യമായി കൂട്ടയടി നടക്കുകയാണിപ്പോൾ. പൊടി പാർന്ന അടിയാണിപ്പോൾ നടക്കുന്നത്. അധികാരം പോലും കിട്ടിയില്ല. UDF വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല. എന്തുറപ്പിലാണ് നിങ്ങൾ ഇത്തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി പരസ്യമായി ഇത്തരത്തിൽ ചക്കളത്തി പോരാട്ടം നടത്തും? നാണമില്ല നിങ്ങൾക്ക്? നിങ്ങളോട് ആര് പറഞ്ഞു നിങ്ങൾ അധികാരത്തിൽ വരുമെന്ന്? എന്തുറപ്പാണ് നിങ്ങൾക്കുള്ളത്? ആര് പറഞ്ഞു ഇന്നാൾ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ടെന്ന്? ഒരു സാധ്യതയും കാണാതെ പരസ്പരം അടിച്ചു പിരിയുന്ന നിങ്ങളെയാണ് വോട്ടെണ്ണലിന് മുൻപ് കേരളീയർ കാണുന്നത്. കേരളീയർക്ക് മുന്നിൽ നിങ്ങൾ നാണം കെട്ട് നിൽക്കുകയാണ്. ഈ നേതാക്കൾ കേരളീയർക്ക് മുന്നിൽ നാണം കെട്ട് നിൽക്കുകയാണ്. നാണം കെട്ട് തന്നെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഭരണം കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? ഭരണം കിട്ടാത്തപ്പോൾ ഇത്രയും അടിയാണെങ്കിൽ ഭരണം കിട്ടുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ K കരുണാകരന്റെ ഭരണകാലം, ആന്റണിയുടെ ഭരണകാലം, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം, ഗ്രൂപ്പിന്റെ പുറത്ത് ഗ്രൂപ്പ്, K കരുണാകരന്റെ I ഗ്രൂപ്പ്, പിന്നീട് AK ആന്റണിയുടെ A ഗ്രൂപ്പ്, ഒപ്പം ഉമ്മൻചാണ്ടിയും A ഗ്രൂപ്പിൽ, പിന്നീട് തിരുത്തൽവാദി ഗ്രൂപ്പ്, അതിനുശേഷം K കരുണാകരനെ പുറത്താക്കാൻ വേണ്ടി എല്ലാവരും കൂടി യോജിച്ചുകൊണ്ട് K കരുണാകരനെ പുറത്താക്കി അവിടെ DAC ഉണ്ടാകുന്നു. അങ്ങനെ കോൺഗ്രസിൽ അടിയോടടി DAC പിന്നീട് NCPയിലേക്ക് പോകുന്നു. ഇത്തരത്തിൽ ഭരണം കിട്ടിയാൽ ഒരു അപരിഷ്കൃതമായ ലോകമാണ്, അല്ലെങ്കിൽ അപരിഷ്കൃതമായ ഒരു ഭരണ രീതിയാണ് കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഭരണമായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ഭരണം കിട്ടിയാൽ വീണ്ടും കേരളത്തെ കാത്തിരിക്കുന്നത്. നിങ്ങൾ അത്തരത്തിൽ കേരളത്തെ കൊണ്ടെത്തിക്കും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഉദാഹരണമാണ് ഭരണം കിട്ടാത്ത അവസ്ഥയിൽ പോലും ഇത്തരത്തിലുള്ള നിങ്ങളുടെ കൂട്ടയടി. അപ്പോൾ ഭരണം കിട്ടുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? പഴയ AK ആന്റണി, K കരുണാകരൻ പോരിനേക്കാൾ വലിയ പോരായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് അഥവാ ഭരണം കിട്ടിയാൽ. കേരളത്തെ നിങ്ങൾ നാണം കെടുത്തും ഇത്തരത്തിലാണ് പോക്കെങ്കിൽ. അതുകൊണ്ട് ഓരോ നേതാക്കളും ആത്മപരിശോധന നടത്തുക. അധികാരത്തിന് വേണ്ടി കിടന്ന് കടിപിടി കൂടാതെ കേരളത്തിൻ്റെ ഉന്നമനത്തിനായി നിങ്ങൾ ഒരുമിക്കുക. വെറും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല അഥവാ നിങ്ങളെ ജനം തിരഞ്ഞെടുക്കുന്നത്, മറിച്ച് കേരളത്തിലെ സദ്ഭരണത്തിന് വേണ്ടിയിട്ടാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഏകാധിപതിക്കെതിരായിട്ടാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് കേരളീയർ വോട്ട് ചെയ്തിരിക്കുക. അതുകൊണ്ട് അത്തരത്തിൽ കേരളീയരുടെ വികാരങ്ങൾ മാനിച്ചുകൊണ്ട് അത്തരത്തിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കേരളത്തെ നയിക്കേണ്ടുന്ന നിങ്ങളാണ് ഭരണമില്ലാത്ത ഘട്ടത്തിൽ പോലും ഇത്തരത്തിൽ ചന്ത അടിയടിക്കുന്നത്. ഈ അടി നിങ്ങൾക്ക് ഭരണം കിട്ടിയാൽ എന്തായിരിക്കും ആ അടിയുടെ അവസ്ഥ എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. അപ്പോഴറിയാം ഈ ഇപ്പോഴത്തെ അടിയുടെ വ്യാപ്തി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ
ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.